ആശ്രമത്തിൽ നിന്നു കേൾക്കും പ്രേമശീലിൽ ചതിയുണ്ടെന്നറിയുന്നു ഞാൻ. ആഢ്യഗർവം തോളിലേറ്റി നാട്യഭാരം താങ്ങിയെത്തും നാരദന്മാർ കൂടെയുണ്ടെന്നറിയുന്നു ഞാൻ. നാരദന്മാർ കൂടെയുണ്ടെന്നറിയുന്നു ഞാൻ. ക്ലാസ് റൂം കവിതയുടെ ഉറവിടമാണ്. പഴയ വിദ്യാഭ്യാസ പദ്ധതിയിൽ വെള്ളിയാഴ്ച ദിവസം അവസാനത്തെ പീരീഡ് സാഹിത്യാദി കലകൾക്ക് തീരെഴുതി കൊടുത്തു എന്ന് വേണേൽ പറയാം. വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിനും അധ്യാപകരുടെ നിരൂപണത്തിനും വിമർശനത്തിനും വിലയിരുത്തലിനുമായി ഒരു കുട്ടിയുടെ സാഹിത്യ വാസനയെ സ്വതന്ത്രമായി പറത്തിവിട്ട ആ ഒരു മണിക്കൂർ എന്നിലുണ്ടാക്കിയ ചലനം വലുതാണ്. പിന്നെ എന്നെ മലയാളം പഠിപ്പിച്ച അധ്യാപകർ ക്ലാസ് റൂമിൽ കവിത മനോഹരമായി താളാത്മകമായി ഉച്ചാരണ ശുദ്ധിയോടെ പഠിപ്പിച്ചു തന്ന അതിനെല്ലാം അപ്പുറത്താണ് വൈകാരികതയുടെ ശോഭ. മാമ്പഴം കവിത പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാം 48 കുട്ടികൾ കരഞ്ഞത് വൈലോപ്പിള്ളി പറഞ്ഞിട്ടല്ല. ഞങ്ങൾക്ക് വൈലോപ്പിള്ളിയെ കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല, അറിയില്ല, കവിതയുടെ പശ്ചാത്തലം അറിയില്ല, മലയാള കവിതയുടെ ഇതുവരെയുള്ള ചരിത്രം അറിഞ്ഞുകൂടാ, അതിൻ്റെ അക്കാദമിക് പ്രാധാന്യം അറിയില്ല, ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കവിതയുടെ വലിയ ഒരൊഴുക്കിൽ ഞങ്ങൾ വൈകാരികമായി അലിഞ്ഞു ചേർന്നുപോയി. അതിന് ഞങ്ങളെ പ്രാപ്തമാക്കിയത് ക്ലാസ് റൂമാണ്. ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഭാവനാശാലിയായ അധ്യാപകൻ ആർദ്രഹൃദയത്തോടുകൂടി ക്ലാസ് റൂമിൽ പ്രവേശിക്കുന്നതോടുകൂടി കവിത പിറന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ കവിത അടഞ്ഞു പോകും. കവിതയുടെ വഴി അടച്ചു വയ്ക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം കുട്ടികളുടെ മനസ്സിനെ മലീമസമാക്കുക മാത്രമല്ല മരുഭൂമിയാക്കി കളയും. അതുകൊണ്ട് എന്നിൽ കവിത പിറന്ന വർഷങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് പുറകോട്ട് പോയാൽ എൻ്റെ അച്ഛൻ്റെ പുരാണ പാരായണത്തിൽ എനിക്കെത്താം. എൻ്റെ നാട്ടുകലകളുടെ താളാത്മകമായ അവതരണ ശക്തിയിൽ എനിക്കെത്താം. എൻ്റെ വയലേലകളിലെത്താം, വരമ്പുകളിലെത്താം, എൻ്റെ കളംപാട്ടുകളിലെത്താം, കാവിൽപ്പാട്ട് കോവിൽപ്പാട്ടുകളിലേക്കെത്താം. മനുഷ്യൻ എവിടെ അധ്വാനിച്ചുവോ അവിടെ ഉണർന്ന വായ്ത്താരിയുടെ മഹാശേഖരത്തിലേക്ക് എനിക്കെത്താം. അവിടെ നിന്ന് പറന്ന് വന്ന് ഔപചാരികമായി സ്കൂൾ പഠനത്തിന് വേണ്ടി എന്നെ ചേർത്ത അങ്ങാടിക്കൽ SNV ഹൈസ്കൂൾ എന്ന അനുഗ്രഹീതമായ വിദ്യാലയത്തിൻ്റെ ഒരു ക്ലാസ് റൂമിലും എത്താം. ഭാഷ പഠിപ്പിച്ച പത്മനാഭൻ സാറ്, മത്തായി സാറ്, ഇവരെയൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല. മത്തായി സാറിൻ്റെ ക്ലാസ്സിലാണ് മാമ്പഴം കവിത കേട്ട് ഞങ്ങൾ കുട്ടികളെല്ലാം കരഞ്ഞത്. ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല, പിന്നെ എന്തിനാ കരഞ്ഞത്? ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സത്ത അതിലെന്തോ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. കാവ്യ വൈകാരികതയുടെ സത്ത മാനുഷികമായി ഞങ്ങൾക്ക് തരികയാണ്. മത്തായി സാറ് ബോർഡിനഭിമുഖമായി അധ്യാപകൻ ക്ലാസ് റൂമിൽ കരയുന്നത് നിലവാരമില്ലാത്ത കാര്യമാണോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കരഞ്ഞു. ഞങ്ങളെല്ലാം കണ്ണുനീർ തുടയ്ക്കുന്നു. ഇതാണ് മാമ്പഴം കവിത എന്നിലുണ്ടാക്കിയ സ്വാധീനം, ഞങ്ങളുടെ തലമുറയിലുണ്ടാക്കിയ സ്വാധീനം. പിന്നെ ഞാനെങ്ങനെ കവിയാകാതിരിക്കും? ഞാനെങ്ങനെ കവിതയെ ആരാധിക്കാതിരിക്കും? ഞാനെങ്ങനെ കവിയെ ആദരിക്കാതിരിക്കും? ഇങ്ങനെ ഒരു പശ്ചാത്തലമേ എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നുള്ളൂ. മായാവിണ്ണിനെ തൊടാമെന്നു കണ്ണിലേക്കതും മണി ചാഞ്ചാട്ടമെഴുതുന്നു. കർണികാരങ്ങൾ മഞ്ഞപ്പൂങ്കുലച്ചിലങ്കയിട്ടെന്നുള്ളിൽ നടരാജനർത്തനം തുടങ്ങുന്നു. പിന്നെ ഈ ലോകത്തിൻ്റെ ഭൂപടങ്ങളിൽ കണ്ട കണ്ണുനീർ ചോരച്ചിത്രമൊക്കെയും തുടയ്ക്കുവാൻ എണ്ണവറ്റാതൻ മുന്നിലെപ്പോഴും കത്തും ദീപവെണ്ണിലാവിലൂടെൻ്റെ വിരലൊച്ചിഴയുന്നു. ഇത്രയും വഴിക്കെല്ലാം അവശേഷിക്കും വെള്ളിവരയിൽ സത്യത്തിൻ്റെ സഞ്ചാരമുദ്രാക്ഷരം.
ഇഴയും വഴിക്കെല്ലാം അവശേഷിക്കും വെള്ളിവരയിൽ സത്യത്തിൻ്റെ സഞ്ചാരമുദ്രാക്ഷരം. ഇഴയും വഴിക്കെല്ലാം അവശേഷിക്കും വെള്ളിവരയിൽ സത്യത്തിൻ്റെ സഞ്ചാരമുദ്രാക്ഷരം. കാളിയൻ്റെ മേൽ നൃത്തമാടാൻ 100 താളമുണ്ടെൻ്റെ കാൽക്കീഴിലെപ്പോഴും. കാളിയൻ്റെ മേൽ നൃത്തമാടാൻ 100 താളമുണ്ടെൻ്റെ കാൽക്കീഴിലെപ്പോഴും. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഓലച്ചൂട്ടിൻ്റെ വെളിച്ചം, അതിലെ ഒരുപാട് അനുഭവങ്ങൾ അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലൂടെ അനുഭവങ്ങൾ ബാല്യകാല അനുഭവങ്ങളെ ബന്ധപ്പെട്ടുള്ളതാണ്. ശരിയാണ്. അതുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ, ബാല്യകാല അനുഭവങ്ങളെ കുറിച്ചൊന്നും. ഓലച്ചൂട്ടിൻ്റെ വെളിച്ചത്തിലെല്ലാം ബാല്യത്തിലെ നിഷ്കളങ്കതയാണ്. അതിൻ്റെ പശ്ചാത്തലം അതാണ്, ബാല്യത്തിലെ നിഷ്കളങ്കത. പക്ഷേ നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ അതിന് വിശദീകരണം വേണം. ഇരുന്ന കൊമ്പ് മുറിക്കുന്നതിനെ നിങ്ങൾ വിഡ്ഢിത്തമെന്ന് വിളിച്ചാൽ ഞാനതിനെ നിഷ്കളങ്കത. കുഴപ്പമുണ്ടോ? ഈ നിഷ്കളങ്കത വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ വാതിലാണ്. അത് പ്രകൃതിയിലേക്ക് തുറന്നിടും. പ്രകൃതിയിലേക്ക് തുറന്നിട്ടാൽ ആ തുറക്കുന്ന നിമിഷത്തിന് മുമ്പ് വരെ കാണാതിരുന്ന ചിത്രം തുറക്കുന്ന നിമിഷത്തിന് ശേഷം കാണും. അതുകൊണ്ടാണ് അയാൾ അവിടെ ഒരു കോവിൽ കണ്ടത്. അവിടെ കോവിലുണ്ടായിരുന്നു, ഇയാൾ കണ്ടില്ലെന്നേ ഉള്ളൂ. വീണ ആഘാതം ഉള്ളുണർത്തി, ശരീരത്തെ ത്രസിപ്പിച്ചു, വേദന കൊണ്ട് പുളഞ്ഞു. അയ്യോ, ഞാൻ വീണല്ലോ, ഞാൻ ആഘാതപ്പെട്ടിരിക്കുന്നു. എൻ്റെ ബാഹ്യവും ആത്മീയവുമായ ഏതോ ബോധത്തെ അത് ഉണർത്തിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ പുതിയ കാഴ്ചകൾ കാണുന്നു. അപ്പോഴാണ് ഒരു കോവിൽ കണ്ടു, വാതിൽ കൊണ്ട് അതിനകത്ത് കയറിയിരുന്നു. അപ്പോൾ സങ്കല്പത്തിൽ, കഥയാണല്ലോ, ഐതിഹ്യത്തിൽ കാളി സ്വരൂപം വരുന്നു, അകത്താര്. അപ്പോൾ തിരിച്ചു ചോദിക്കുന്നു, പുറത്താര്. അന്നും ഇന്നും ഒരേ ചോദ്യമേ ഉള്ളൂ, അകത്താര് പുറത്താര്. നിന്റെ അകത്താര്, നിന്റെ പുറത്താര്. സമൂഹമേ, നിന്റെ അകത്താര്, നിന്റെ പുറത്താര്. ലോകമേ, നിന്റെ അകത്തും പുറത്തും ആര്. കാലമേ, നിന്റെ അകത്തും പുറത്തും ആര്. ആരൊക്കെ നിന്നെ നയിക്കുന്നു, നിയന്ത്രിക്കുന്നു. ഇതേ ഉള്ളൂ കവിത ചോദിച്ചിട്ടുള്ളത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്നാണ് മഹാകാവ്യങ്ങൾ പിറക്കുന്നത്, കാവ്യഭാവന പിറക്കുന്നത്. പുറത്ത് കാളി എങ്കിൽ അകത്ത് ദാസൻ. എപ്പോഴും ആളി. എന്താണോ ആളി നിൽക്കുന്നത്, ആളി നിൽക്കുന്നത് മഹാപ്രകൃതിയാണ്, പ്രപഞ്ചമാണ്. അത് പുറത്തെങ്കിൽ അതിനെ അകത്തുൾക്കൊള്ളുന്ന ദാസനാണ് ഞാൻ. ഞാൻ പ്രകൃതിയുടെ, കാലത്തിൻ്റെ, ഭാഷയുടെ, ഭാവനയുടെ ഉപാസകൻ മാത്രമാണ്. ഒരുപക്ഷെ ഈ ചിന്ത നിഷ്കളങ്കമായി എൻ്റെ മനസ്സിൽ ബാല്യത്തിലെ വേരുറച്ചു പോയത് കൊണ്ടാവാം ഞാൻ ഓലച്ചൂട്ടിൻ്റെ വെളിച്ചം പിന്നീട് പ്രായമായപ്പോൾ എഴുതാൻ ഇടവന്നത്. മലമുടികളിൽ നിത്യമൗനം ഖനീഭവിച്ചഴലിൻ കരിമ്പടം മൂടി, നഭസിൻ്റെ നിറുക തൊട്ടാത്മഹർഷങ്ങളിൽ അലിയും ഹിമസ്വരം പാടി, പ്രണവനാദങ്ങൾക്കു പഞ്ചേന്ദ്രിയങ്ങളിൽ ഒഴുകാൻ ജലശ്രുതി മെട്ടി, ഋതുഭേദ നവഭാവ നടനാങ്കണങ്ങളിൽ ജനിമൃതിത്താളം ചവിട്ടി, തിറയാടും അജ്ഞാതമൂർത്തി പ്രഭാവത്തിൽ അസുരവാദ്യങ്ങൾ മുഴക്കി, മകുടജടയുലയും മഹാശൈല സംഗീത ഗഗനക്കൊടുങ്കാടിളക്കി, ഇതിഹാസ വ്യസനങ്ങൾ ഉരുകിത്തളം കെട്ടും ഉറവ പ്രദേശങ്ങൾ പൊട്ടി, ഇടവിടാതുതിരുന്ന മിഴിനീർ പ്രവാഹത്തെ മഴയെന്നു ചൊല്ലുന്നതാര്, സകല ജന്മപ്രാണ ഹൃദയത്തിൽ വീഴുന്നു കുളിരെന്നു ചൊല്ലുന്നതാര്, പുഴതൻ ജഡം കാത്തുവയ്ക്കും മണൽത്തട്ടിൽ പ്രണമിച്ചു നീറിക്കരഞ്ഞും, സകല കാലങ്ങളും ദേശങ്ങളും ഒരേ ജലനൂലിൽ അണിയായി കൊരുത്തും,
മഴയെന്നതേതോ സമുദ്രത്തിൽ ഇന്നലെ തിരയായിരുന്നെന്നറിഞ്ഞും മഴ എന്നിലുണ്ടെന്നറിഞ്ഞും ചരാചര ചിരബന്ധമേതെന്നറിഞ്ഞും നനയുന്നു ഞാൻ ഈ കൊടുംവെയിൽ പൊള്ളിച്ച തെരുവിൽ തെളിഞ്ഞും മറഞ്ഞും കുതിരുന്നു ഞാൻ ഈ മനുഷ്യായുസിൻ വഴിപ്പടവിൽ പിഴിഞ്ഞും കുടഞ്ഞും കുടചൂടും ആത്മത്തിടമ്പേറ്റും അജ്ഞാനമുഖപടം മഴയിൽ തകർന്നും നടകൊള്ളുകയാണു ഞാൻ ഈ വഴി നന്മതൻ മൊഴിവിത്തു പിന്നെയും പാകി ഒടുവിലേകാന്ത സമാധി പോൽ ശാന്തമായി മറയുന്നു മഴയെന്ന ഞാനും ഒടുവിൽ ചിതാകാശ ശൂന്യതയ്ക്കുള്ളിലേക്കലിയുന്നു ഞാനെന്ന മഴയും ഒടുവിൽ ചിതാകാശ ശൂന്യതയ്ക്കുള്ളിലേക്കലിയുന്നു ഞാനെന്ന മഴയും നീ എന്ന മഴയും നാം എന്ന മഴയും. മഴ, പുഴ കാലത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രതീകമായി ഞാൻ സ്വീകരിച്ച രണ്ട് കാര്യങ്ങളാണ് മഴ, പുഴ. മഴ പെയ്യണമെങ്കിൽ ഇന്നലെ വേണം, കടൽ വേണം, വെയിൽ വേണം, ചൂട് വേണം, ആവി വേണം, കാറ്റ് വേണം, മല വേണം. ഇവയ്ക്കെല്ലാം സഞ്ചരിക്കാനുള്ള ഒരു സ്ഥലം വേണം, സഞ്ചാര പഥങ്ങൾ വേണം, കാറ്റിന് പോകാൻ ഇടം വേണം, നീരാവിക്ക് പോകാൻ ഇടം വേണം, വെയിൽ വന്ന് കടലിൽ പതിക്കാൻ ഇടം വേണം. നിറയെ ജലമുള്ളത് കൊണ്ട് അത് ആവിയായി പറക്കും, ആവിയായി പറന്നുയരും. അപ്പം ഞാൻ കാണുന്ന മഴയ്ക്ക് ഒരു പൂർവ്വചരിത്രമുണ്ട്. ഇതാണ് ഞാൻ കവിതയിലൂടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയത്. അത് തന്നെയാണ് മഴ, പുഴ. പുഴയ്ക്കൊരു പൂർവ്വ കാലഘട്ടമുണ്ട്. പുഴ തുടങ്ങുമ്പോൾ ഒരു നീരൊലിപ്പായിരിക്കും, കണ്ണുനീർ പോലെ ഉമിനീർ പോലെ ഒരു നീരൊലിപ്പായിരിക്കും. പക്ഷേ അസംഖ്യം കൈവഴികളിലൂടെ അത് ഒന്നു ചേർന്ന് ശക്തി പ്രാപിച്ച് അതിൻ്റെ വഴി കണ്ടുപിടിച്ച് പ്രവഹിച്ചു തുടങ്ങിയാൽ പുഴ ശക്തിയാണ്, ആഴമാണ്, സർവകാലങ്ങളുടെയും എസൻസാണ്, സത്തയാണ്. എല്ലാം അതിൽ ഉണ്ട്. ആ പുഴയിലാണ് ഒരു ഋഷി വര്യൻ ഇറങ്ങി നിൽക്കുന്നത്. അപ്പോഴാണ് കവിതയ്ക്ക് ഹേതുവായ ഒരു ദാരുണ സംഭവം ദൃശ്യപ്പെടുന്നത്. ഇതിനു മുമ്പും ഇതെല്ലാം നടന്നിട്ടുണ്ട്. കാട്ടിൽ ഇതെല്ലാം ഉണ്ടല്ലോ. വേടനുണ്ട്, അമ്പെയ്ത്തുണ്ട്, കൊലപാതകമുണ്ട്, പ്രേമമുണ്ട്, കിളികളുണ്ട്, മരമുണ്ട്, ശാഖയുണ്ട്, ഇണക്കമുണ്ട്, കാട്ടാളനുണ്ട്, സന്യാസിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ നിമിഷം വലിയ പ്രാധാന്യമുള്ളതാണ്. എന്താണ് ആ നിമിഷം മാനിഷാദ ജനിക്കാൻ കാരണം? അപ്പോഴാണ്, ആ ദൃശ്യമാണ്, ആ നിമിഷമാണ് അതിശക്തമായ വൈകാരികതയുടെ ആഘാതം ഹൃദയത്തിൽ പതിക്കാനിടവരുന്നത്. അതുകൊണ്ടാണ് ഉള്ളു നടുങ്ങിയത്. അപ്പോഴാണ് ഭാഷ അറിയാതെ പൊട്ടിപ്പുറപ്പെട്ടു പോയത്. അപ്പോഴാണ് എനിക്ക് ലോകത്തോട് വിളംബരം ചെയ്യാനുള്ള കാരുണ്യത്തിൻ്റെ ഹൃദയം പൊട്ടിത്തെറിച്ചത്. അങ്ങനെയല്ലേ കവിത ഉണ്ടാകുന്നത്. ഞാൻ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. മഴയും അതുപോലെ തന്നെ. എനിക്ക് മഴ ഒരു കാഴ്ച മാത്രമല്ല, കാഴ്ചയ്ക്കപ്പുറത്തേക്കുള്ള ജലബിന്ദുവിൻ്റെ പ്രാണസ്വരൂപമാണ്. ജീവൻ എവിടെ ഉണ്ടായി? ജലത്തിലുണ്ടായി. ഒരുപക്ഷെ നാരായണം ആണ് മഴ. നാരം വെള്ളം, അയണം ചെയ്യുക. വെള്ളത്തിൽ അയണം ചെയ്തത് എന്താ? പ്രാണൻ തന്നെയാണ്. അപ്പോൾ ഈ മഴ എന്താണ്? ഞാനാണ്, എൻ്റെ ജീവിതമാണ്. അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. ആ സിനിമ ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ്.
ധനം ധനം എന്ന രണ്ടക്ഷരത്തിൻ്റെ മേൽ വല്ലാതെ വ്യാമോഹിക്കപ്പെട്ട ഭ്രമിച്ചുപോയ ചില മനസ്സുകളുണ്ടാകുന്നത്. അവരുടെ പ്രതിനിധികളാണ് അതിൽ രണ്ട് ചെറുപ്പക്കാർ. അവർക്ക് പണം ഉണ്ടാക്കണം. അതിനുള്ള വഴികൾ അവർ തേടി നടക്കുമ്പോഴാണ് കള്ളക്കടത്തുകാരെ ചൂണ്ടിക്കൊടുത്താൽ പണം നേടാം എന്നൊരു അറിവ് അവർക്ക് കിട്ടുന്നത്. പക്ഷേ കള്ളക്കടത്തുകാരും നിയമവ്യവസ്ഥയും തമ്മിൽ ഇങ്ങനെ ഗാഠമായൊരു ബന്ധമുണ്ട് എന്ന് നിഷ്കളങ്കരായ ഈ ഗ്രാമീണ യുവാക്കൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് അവർ ആക്രമിക്കപ്പെടുന്നത്. അവിടെ കള്ളക്കടത്തുകാരുടെ വെടിയേറ്റ് ഗത്യന്തരമില്ലാതെ ഒളിച്ചോടി പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ഒരു തറവാടിൻ്റെ ഒരു വീടിൻ്റെ തട്ടുംപുറത്ത് അഭയം പ്രാപിച്ച കഥാപാത്രത്തിന്, ഞാൻ നടന്മാരുടെ പേരൊന്നും പറയുന്നില്ല, കഥാപാത്രമാണ് പ്രാധാന്യം. അത് മതി. ലോഹിതദാസിൻ്റെ തിരക്കഥ ലോഹിതദാസിൻ്റെ തിരക്കഥയ്ക്കാണ് അതിൽ പ്രാധാന്യം. അത് അതിമനോഹരമായി അവതരിപ്പിക്കാൻ കഴിവുള്ള ഭാവനാശാലികളായ നടന്മാരുണ്ട്. അത് ശരിയാണ്, സത്യമാണ്. അത് സംവിധാനം ചെയ്ത ആൾ അതിനേക്കാൾ ഭാവനാശാലിയാണ്. എനിക്ക് കിട്ടിയ രംഗം മുറിവേറ്റ് തട്ടുംപുറത്ത് ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ ലോകരാരും കാണുന്നില്ല. പക്ഷേ ആ വീട്ടിലെ പാവാടക്കാരിയായ ഒരു നിഷ്കളങ്ക കൗമാരക്കാരി കണ്ടു. അവന് കേൾക്കാൻ വേണ്ടി ഇവൾ പുറത്തു പാടുന്നതാണ്. അങ്ങനെയാണ് കാണാ പൂവിൻ്റെ കണ്ണീരൊപ്പാമോ എന്ന് ഞാൻ എഴുതുന്നത്. അവിടെ കാണാത്ത ഒരു പൂവുണ്ട്, അതിൻ്റെ കണ്ണീരൊപ്പാമോ? ഇതാണ് എനിക്ക് കുരുവിയോട് ചോദിക്കാനുള്ളത്, അല്ലേ? ചീരപ്പൂവുകൾ കൊമ്മ കൊടുക്കുന്ന നീലക്കുരുവികളെ, അങ്ങനെയാണ് ഞാൻ ഗാനത്തിൽ കൊണ്ടുവരുന്നത്. ഈ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിക്ക് തൊടിയിൽ ഓടിച്ചാടി നടന്ന് പാടാൻ ഇതുപോലെ നിഷ്കളങ്കമായ ഒരാശയം മതി, ലാളിത്യമാർന്ന ഒരാശയം മതി, വിഷയം മതി, ദൃശ്യം മതി എന്നൊക്കെ തീരുമാനിച്ചത് കൊണ്ട് അങ്ങനെ എഴുതിയെന്ന് മാത്രം. രവീന്ദ്രൻ്റെ അനുഗ്രഹീതമായ സംഗീതമാണ് ആ പാട്ടിനെ എൻ്റെ രചനയേക്കാൾ കൂടുതൽ പൊലിപ്പിച്ചെടുത്തത് എന്ന് ഞാൻ കരുതുകയാണ്. ആനക്കെടുപ്പത് പൊന്നുണ്ടേ. എന്തിനാ ആനക്കെടുപ്പത് പൊന്ന്? ഭ്രമമാണ്. ധനം എൻ്റെ ജീവിതത്തിൽ അമിതമായി പ്രാധാന്യം ചെലുത്തിയാൽ ഞാൻ ആർഭാടത്തെ സ്വപ്നം കാണും. മുത്തുക്കുടയുടെ കീഴിൽ പുഷ്പകിരീടം ചൂടി. ധനം എൻ്റെ ജീവിതത്തെ പരിമിതപ്പെടുത്തിയാൽ ഞാൻ ലാളിത്യത്തെ പ്രാവർത്തികമാക്കും. ഇവിടെ ധനം കൊണ്ട് ഭ്രമിച്ചുപോയ രണ്ട് യുവാക്കൾ അവരെന്ത് ചെയ്യുമെന്ന് ഭാവന ചെയ്യുകയാണ്. അത് റിയലൊന്നുമല്ല, യാഥാർത്ഥ്യമല്ല, അവരുടെ സ്വപ്നമാണ്. അവർ മാളിക വെക്കുന്നു, അവർ ആർഭാടത്തോടെ വീട് വയ്ക്കുന്നു, അതിൽ അവർ സുഖഭോഗ വസ്തുക്കൾ സ്വപ്നം കാണുന്നു, അവർ അപ്സരസുകളെ സ്വപ്നം കാണുന്നു. ഇതൊക്കെ അവരുടെ ഒരു സഹജമായ സ്വപ്നവാസനയാണ്. അങ്ങനെയാണ് ഞാൻ ആനക്കെടുപ്പത് പൊന്നുണ്ട് എന്നുള്ള പാട്ട് എഴുതിയത്. അത് വളരെ മനോഹരമായി രവിയേട്ടൻ സംഗീത സംവിധാനം നടത്തി. അതിനേക്കാൾ മനോഹരമായി സിബി മലയിൽ സംവിധാനവും ഒരുക്കി, അല്ലേ? അതിൽ ആർഭാടത്തോടു കൂടി ക്ലബ്ബുകളിൽ പങ്കെടുക്കുന്ന യുവാക്കളുടെ ചിത്രമൊക്കെ അവസാനം കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ ധനം വ്യാമോഹിപ്പിക്കുന്ന നാഗരികതയുടെ ഉപരിപ്ലവമായ ദൃശ്യപ്രാധാന്യം മാത്രമാണ്. അതിൽ ജീവിതത്തിന് എന്തോ കാര്യം? ഒരു കാര്യവുമില്ല. ഇപ്പം ആർഭാട ഹോട്ടലുകൾ 1000 തകർന്നു പോയാലും ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ കൃഷിപ്പാടം വരണ്ടു പോയാൽ ഇവിടെ ചിലത് സംഭവിക്കും. നിൻ്റെ ധനാഢ്യത നശിക്കും. വിശപ്പ് എന്ന് പറയുന്ന ആഗോള വികാരം നിന്നെ കൊല്ലും. നിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇത് നിനക്ക് ചെയ്യണമെങ്കിൽ നിനക്ക് ഊർജം വേണം. അന്നവും ബ്രഹ്മവും തമ്മിൽ യോജിക്കണം. ഈ ചിന്തകളൊക്കെ ഈ പടത്തിൻ്റെ തിരക്കഥാകാരനെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഈ ചിത്രത്തിൻ്റെ അവസാനം ആർക്കും വേണ്ടാത്ത നോട്ടുകെട്ടുകൾ വാരിയെറിഞ്ഞ് അന്തരീക്ഷം നിറയ്ക്കുന്നത്.
ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപത്മം ജനിമോക്ഷദായകം. ഞാൻ ശ്രീരാമനാമം ജപസാരസാഗരം എന്ന നാരായത്തിലെ പാട്ട് എഴുതുമ്പോഴും എൻ്റെ മനസ്സിൽ ഇതൊക്കെ തന്നെയാണ്. രണ്ട് മതവിഭാഗങ്ങൾ വൈര്യം, ബദ്ധവൈര്യം. ഒരിക്കലും ഇന്നലെ വരെ അയൽവക്കത്ത് താമസിച്ചുകൊണ്ടിരുന്നവരാണ്, ഇന്നലെ വരെ ഒരേ പുഴയിൽ കുളിച്ചവരാണ്, ഇന്നലെ വരെ ഒരേ വഴികളിൽ നിന്ന് വെള്ളം എടുത്തവരാണ്, ഇന്നലെ വരെ ഒരേ റേഷൻ കടയിൽ നിന്ന് സഞ്ചിയും തൂക്കി അരിയും സാധനങ്ങളും വീട്ടിൽ കൊണ്ടുവന്നവരാണ്, ഇന്നലെ വരെ വേലായുധേട്ടാന്ന് വിളിച്ചതും അബ്ദുള്ളക്കാന്ന് വിളിച്ചവരുമാണ്. പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് ശത്രുക്കളാവുക. എന്തിനാണ്? നിങ്ങളുടെ പുസ്തകം പറഞ്ഞിട്ടാ? ഒന്നിനുമല്ല. ഏതോ ഒരു വികാരം, ഏതോ ഒരു വ്രണപ്പെട്ട വികാരം, ഏതോ ഒരു അവിശുദ്ധ വിശ്വാസം. അപ്പോഴാണ് ഞാൻ ഉപേക്ഷിച്ചു പോകുന്ന ഒരു രാമനെക്കുറിച്ച് എഴുതുന്നത്. ശ്രീരാമനാമം ജപസാരസാഗരം. പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥനയല്ല, ഒരാശയം നിങ്ങൾ നിമന്ത്രണം ചെയ്യുകയാണ്. അതിലൊരാശയമില്ലേ? അതിലൊരു ഭാഷാ സൗകുമാര്യമില്ലേ? അതിൽ പൊരുളില്ലേ? അതിൽ പൊരുത്തമില്ലേ? മാനുഷികതയില്ലേ? എല്ലാ പ്രാർത്ഥനയും അതാണ്. ചുമ്മാ ആരെങ്കിലും വെറുതെ ഇങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഭാഷ വേണം, ആ ഭാഷയ്ക്ക് വികാരം വേണം, അതിൽ ദർശനം വേണം, അതിൽ അർത്ഥം വേണം, അർത്ഥത്തിന് വീണ്ടും അർത്ഥം വേണം, ആ പൊരുൾ വേണം, ആ പൊരുൾ ഇതിൽ ധ്വനി ഉണ്ടാക്കണം. അമരരഥങ്ങളും അമരകിരീടവും അപരനു നൽകിയ ദശരഥ നന്ദന. അമരരഥങ്ങളും രജത കിരീടവും, വെള്ളിക്കിരീടം അല്ലെ സ്വർണ്ണ കിരീടം, അപരനു നൽകിയ ദശരഥ നന്ദനൻ. അങ്ങനൊരു യാത്രയുണ്ടല്ലോ, അങ്ങനൊരു ശ്രീരാമനുണ്ടല്ലോ. അധികാരം ഉപേക്ഷിച്ചു പോകുന്ന ഒരു ശ്രീരാമൻ. താൻ പോകുന്നത് ദുരിതത്തിലേക്കാണ്, വനത്തിലേക്കാണ്, കിരീടമില്ലാത്തിടത്തേക്കാണ്, ദാരിദ്ര്യത്തിലേക്കാണ്, തണുപ്പിലേക്കാണ്, ചൂടിലേക്കാണ്, വന്യമൃഗങ്ങളുടത്തേക്കാണ്. ഈ മുഴുവൻ കഷ്ടതകളും അനുഭവിക്കാനാണ് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടുകൂടി ഉപേക്ഷിക്കലിൻ്റെ ഒരു വലിയ പാഠം എനിക്കെന്താ പാട്ടിൽ ഉപയോഗിച്ചുകൂടെ? ചെറിയൊരു പാട്ടിൻ്റെ ക്യാൻവാസിൽ എനിക്ക് ഉപയോഗിക്കാം അല്ലേ? അമരകിരീടം